പ്രൈം ടൈം ന്യൂസിലെ വിശദമായ വാർത്തകൾ നോക്കാം. വയനാട്ടിൽ ആളിക്കത്തി ജനരോഷം. ഇത് ജനങ്ങൾ അറിയണം, ജനപ്രതിനിധികൾ അറിയണം. ഇത് പുൽപ്പള്ളിക്കാരുടെ പ്രതിഷേധമാണ്. ഞങ്ങൾക്ക് ഇതുപോലെ അതിനെ തൂക്കാൻ അറിയാൻ പറ്റില്ല. തരുവൽ നാട്ടിലിറങ്ങുന്ന മൃഗത്തിന് ഇതുപോലെ കെട്ടി തൂക്കാൻ അറിയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളുടെ ജീവിതമാർഗ്ഗം അത്. വയനാട് കുറുവയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇക്കോ ടൂറിസം ജീവനക്കാരൻ പോളിന്റെ മൃതദേഹം സംസ്കരിച്ചു. പുൽപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പോളിന്റെ മൃതദേഹം കുടുംബം ഏറ്റെടുത്തത് സർക്കാർ വാഗ്ദാനങ്ങളെല്ലാം ഉത്തരമായി വായിച്ചു കേൾപ്പിച്ച ശേഷം പോളിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലിയും അടിയന്തര സഹായമായി 10 ലക്ഷം രൂപയും ഉടൻ കൈമാറും. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പുൽപ്പള്ളിയിൽ 2 ദിവസത്തെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജോഡോ യാത്ര നിർത്തിവെച്ച് വയനാട് MP രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് പുറപ്പെട്ടു. സുർജിത്ത് അയ്യപ്പത്ത് ചേർന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വലിയ പ്രതിഷേധമാണ് ഇന്ന് വയനാട്ടിൽ കണ്ടത്. അസാധാരണമായ പ്രതിഷേധം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്രത്തോളം പൊറുതിമുട്ടിയിരിക്കുകയാണ് വന്യമൃഗ ആക്രമണത്തിൽ വയനാടൻ ജനത. ഇന്നിപ്പോൾ പോളിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്? പോളിന്റെ സംസ്കാരം നടത്തിയ യാക്കോബായ പള്ളിയിലാണ്, ആനപ്പാറയിലെ പുൽപ്പള്ളിക്കടുത്തുള്ള ആനപ്പാറയിലെ സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിവൈകാരികമായ യാത്രയപ്പാണ് നൽകിയത്. ഇന്ന് 4 മണിയോട് കൂടി തന്നെ അന്ത്യയാത്രയായി, വിലാപയാത്രയായി മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവന്നു. പിന്നീട് പള്ളിയിൽ തന്നെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകൾ നടന്നു. അതിനുശേഷമാണ് മൃതദേഹം നേരെ സെമിത്തേരിയിലേക്ക് കൊണ്ടുവരികയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുകയും ചെയ്തത്. ഇന്നലെ രാവിലെ 9:30 കൂടിയാണ് പോളിനെ കാട്ടാന ആക്രമിച്ചത്. കുറുവ ദ്വീപിലെ വനംവകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം. 5 ദിവസമായി ജോലിക്ക് പോയിരുന്നില്ല. കാരണം ഈ ബേലൂർ മക്കന ഇറങ്ങിയ സാഹചര്യത്തിൽ കുറുവ ദ്വീപ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആളുകളെ വഴിതിരിച്ച് വിടാൻ വേണ്ടി അദ്ദേഹം ജോലി ചെയ്യുന്നതിനിടെയാണ് 5 കാട്ടാനകൾക്കിടയിൽ നിന്ന് ഒരു കാട്ടാന പാഞ്ഞെടുത്ത് ഇദ്ദേഹത്തെ ആക്രമിക്കുന്നത്. ഇതിനുശേഷം നേരെ മാനന്തവാടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഉച്ചയ്ക്ക് ശേഷം 3 മണിയാകുമ്പോഴേക്കും മരണം സംഭവിച്ചു എന്നുള്ള വിവരമാണ് പിന്നീട് പുറത്തു വന്നത്. ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. ഇതിനുശേഷം മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നത്. ആദ്യം ഈ കൽപ്പറ്റ കളക്ടറേറ്റിന് മുൻപിൽ വെച്ച് പ്രതിഷേധിക്കാനുള്ള ഒരു നീക്കമുണ്ടായിരുന്നു. അത് മാറി പിന്നീട് അത് പുൽപ്പള്ളി നഗരത്തിലേക്ക് മാറി. പുൽപ്പള്ളി നഗരത്തിൽ വലിയ രീതിയിലുള്ള ജനസഞ്ചയമാണ് കണ്ടത്. പ്രതിഷേധം ഒരു ഘട്ടത്തിൽ അതിരുവിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ഇന്നലെ മുതൽ തന്നെ ഇവരുടെ കൂടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അവർ സഞ്ചരിച്ചിരുന്ന ജീപ്പാണ് ആക്രമിക്കപ്പെട്ടത്. വനംവകുപ്പ് ഡെപ്യൂട്ടി റേഞ്ചറായിട്ടുള്ള ഷാജി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ നെഞ്ചിൽ ഇടിക്കുകയും അങ്ങനെ ആ വിധത്തിൽ അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ ജീപ്പിൻ്റെ കാറ്റ് അഴിച്ചുവിടുകയും അത് പിന്നീട് ഇന്ന് കടുവ ആക്രമിച്ച കന്നുകാലിയെ കൊണ്ടുവന്ന് ഈ ബോണറ്റിൽ വെച്ച് പ്രതിഷേധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ അത് അക്രമോത്സുകമായ വിധത്തിലേക്ക് കാര്യങ്ങൾ ഇവിടുത്തെ പ്രതിഷേധം മാറുന്ന ഒരു സാഹചര്യം കൂടി പുൽപ്പള്ളി കണ്ടു. ഇതിനിടയിൽ പോലീസിൻ്റെ ലാത്തിച്ചാർജും നടന്നു. ആളുകളെ വിരട്ടി ഓടിക്കുന്ന നിലയിലേക്ക് പോലീസും എത്തി. ആ തരത്തിലേക്ക് ഒരു വൈകാരികമായ പ്രതിഷേധം അത് അതിവൈകാരികമായ അക്രമോത്സുകമായ രീതിയിലേക്ക് മാറുന്ന ഘട്ടത്തിലാണ് പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടായത്. എന്തായാലും ഇതിനുശേഷം ഈ ചർച്ചകൾ നടന്നു. ആ ചർച്ചയിൽ ചില ഉപാധികൾ ഈ കുടുംബം മുന്നോട്ട് വെച്ചു. ആ ഉപാധികൾ എന്ന് പറയുന്നത് ഒന്ന്, ഈ കുടുംബത്തിലെ ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്, പോളിൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകണം എന്നുള്ള ആവശ്യമായിരുന്നു. അത് സ്ഥിരം ജോലി നൽകണം എന്നുള്ള ആവശ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഇവിടെ ചേർന്ന ഉന്നത അധികാര യോഗം, അതായത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ തീരുമാനമായി. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം മകളുടെ വിദ്യാഭ്യാസ കാര്യമാണ്. മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യമായി ഉയർന്നു. അത് ആ കാര്യത്തിലും ഇടപെടൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഈ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം, 10 ലക്ഷം അല്ല 50 ലക്ഷം രൂപ നൽകണമെന്നുള്ള ആവശ്യം കൂടി ജനപ്രതിനിധികളുടെ മുമ്പാകെ ഈ പ്രതിഷേധക്കാരെല്ലാം തന്നെ ഉയർത്തുകയുണ്ടായി. ആ ഘട്ടത്തിൽ അത് സർക്കാരിന് ശുപാർശ ചെയ്യാനുള്ള ഇതുമായി ബന്ധപ്പെട്ട് അത്തരം തീരുമാനമെടുത്തു. അതിനുശേഷമാണ് മൃതദേഹം കൊണ്ടുപോയത്. എന്നാൽ ഏറ്റുവാങ്ങാൻ ഈ കുടുംബം തയ്യാറായില്ല. ഇത് രേഖാമൂലം തന്നെ അറിയിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. ഇതിൻ്റെ ഭാഗമായി ADM നേരിട്ടെത്തി ഇത്
ഉത്തരവായി തന്നെ, അതായത് ഇത് നിർദ്ദേശമായി തന്നെ, തീരുമാനമായി തന്നെ ഇത് അവതരിപ്പിച്ചു. അതിനുശേഷമാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. എന്തായാലും പുൽപ്പള്ളി കണ്ടതിൽ വെച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ കാലങ്ങളായി വയനാടൻ ജനത അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷം. ഇതൊരു തുടർച്ചയായി മാറുന്നു. ആനയായും കടുവയായും പുലിയായും കാട്ടുപോത്തായും പന്നിയായും എന്തിനേറെ പറയുന്നു മലയണ്ണാൻ വരെ ഈ മനുഷ്യരെ ആക്രമിക്കുന്ന നിലയിലേക്ക് വയനാട്ടിൽ കാര്യങ്ങൾ മാറുകയാണ്. വയനാടിന് വേണ്ടത് ശാശ്വതമായ പരിഹാരമാണ്. അതിന് ഈ കാടും നാടും വേർതിരിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടത് നൂതനമായ പദ്ധതികളാണ്. ആ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ വർദ്ധിതമായ രീതിയിൽ തന്നെ വളർന്ന ഈ സംഖ്യാവർദ്ധനവ് മൃഗങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തേണ്ടതുണ്ടെന്നുള്ള ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പൊതുവെ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ച്, ഇവിടുത്തെ മനുഷ്യരെ സംബന്ധിച്ച് എല്ലാവരും ഭയത്തോടുകൂടി കഴിയേണ്ട ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് പോളിൻ്റെ മരണം കൂടി സംഭവിച്ചിരിക്കുന്നത്. ഒരു 3 മാസത്തിനിടെ സംഭവിച്ച 4ാമത്തെ മരണമാണിത്. വാഗേരിയിൽ കൊല്ലപ്പെട്ട പ്രജീഷ്, കടുവയുടെ ആക്രമണത്തിൽ അദ്ദേഹം ഛിന്നഭിന്നമായ നിലയിലാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരം. അതിനുശേഷം ലക്ഷ്മണൻ എന്ന് പറയുന്ന ഒരു ആദിവാസിയായ മനുഷ്യനെ കൊലപ്പെടുത്തുന്ന നില, അതിനുശേഷം ചാലികതയിലെ അജീഷ്, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പോൾ. ഇനിയൊരു സംഭവം ആവർത്തിക്കാതിരിക്കട്ടെ, ഇത്തരം വന്യജീവി ആക്രമണത്തിൽ ആരും മരിക്കാതിരിക്കട്ടെ. എന്തായാലും ഈ ദുരന്തകാലത്തിന് അവസാനം വേണമെന്ന് വയനാട്ടുകാർ ഒരുപോലെ പറയുന്നുണ്ട്. ആ ഒരു പ്രതിഷേധത്തിൻ്റെ വഴിയാണ് ഇന്ന് പുൽപ്പള്ളിയിൽ കാണാൻ കഴിഞ്ഞത്. പ്രവിത. ശരി, വയനാട്ടിൽ നിന്ന് വിശദമായ വിവരങ്ങളാണ് സുർജിത് അയ്യപ്പത്ത് നൽകിയത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഇക്കോ ടൂറിസം ജീവനക്കാരൻ പോൾ കൊല്ലപ്പെട്ടതിൽ വയനാട്ടിൽ പ്രതിഷേധമിരമ്പി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും പോലീസിനും നേരെ ജനരോഷമുയർന്നു. ജനക്കൂട്ടം അക്രമാസക്തമായതോടെ പോലീസ് 2 തവണ ലാത്തി വീശി. മൃതദേഹം പുൽപ്പള്ളിയിൽ എത്തിച്ചപ്പോഴാണ് സംഘർഷത്തിന് തുടക്കമായത്. രാവിലെ 6 മണി കുറുവാദ്വീപിലെ താൽക്കാലിക ജീവനക്കാരൻ പോളിന്റെ പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയായി. മൃതദേഹം പുറത്തെത്തിച്ചത് മുതൽ തുടങ്ങിയതാണ് പ്രതിഷേധം. ആദ്യം കളക്ടറേറ്റ് മുന്നിൽ മൃതദേഹവുമായി കുത്തിയിരിക്കാനായിരുന്നു നാട്ടുകാരുടെ തീരുമാനം. എന്നാൽ പിന്നീട് നടന്നത് നാടകീയ സംഭവങ്ങൾ. സമയം രാവിലെ 10 മണി. മൃതദേഹം പുൽപ്പള്ളിയിൽ. ജില്ലാ കളക്ടറും CCFും എത്തി ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ നഗരത്തിൽ നിന്ന് മൃതദേഹം മാറ്റാൻ കഴിയൂവെന്ന് നാട്ടുകാർ. ജില്ലാ കളക്ടർ രേണുരാജ്, നോർത്തേൺ സർക്കിൾ ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ KS ദീപ എന്നിവർ സ്ഥലത്ത്. തുടർന്ന് ജനപ്രതിനിധികളുമായി ചർച്ച. ഇതിനിടയിൽ പുൽപ്പള്ളി 56-ൽ കടുവ പശുവിനെ കൊന്നു. പശുവിൻ്റെ ജഡവുമായി നാട്ടുകാർ നഗരത്തിലേക്ക്. വനം വകുപ്പിൻ്റെ വാഹനം പിടിച്ചെടുത്ത പ്രതിഷേധക്കാർ ടയറിലേക്ക് കാറ്റഴിച്ചു. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി. വാഹനത്തിന് റീത്തുവെച്ച് കടുവ പാതി തിന്ന പശുവിൻ്റെ ശരീരം ജീപ്പിന് മുകളിൽ കെട്ടിവെച്ച് പ്രദർശിപ്പിച്ചു. പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ. ചർച്ച കഴിഞ്ഞ് ആവശ്യങ്ങൾ പരിഗണിച്ചെന്നറിയിക്കാനെത്തിയ MLA-മാർക്ക് നേരെയും ജനരോഷം. ഇതിനിടയിൽ മാധ്യമപ്രവർത്തകർക്കും പരുക്ക്. ഒടുവിൽ 12:45 പോലീസ് ലാത്തി വീശി. പോളിന്റെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് പാക്കത്തെ വീട്ടിലേക്ക്. ഉച്ചയ്ക്ക് 1:45 ഉന്നത ഉദ്യോഗസ്ഥരെത്തി ആവശ്യങ്ങൾ അംഗീകരിച്ചത് രേഖാമൂലം അറിയിച്ചാൽ മാത്രമേ മൃതദേഹം പുറത്തിറക്കൂവെന്ന് കുടുംബം. വീണ്ടും പ്രതിഷേധം. ഒടുവിൽ ADM ദേവകി പാക്കത്തെ വീട്ടിലേക്ക്. സർക്കാർ നൽകിയ ഉറപ്പ് വായിച്ചു കേൾപ്പിക്കുന്നു. നഷ്ടപരിഹാര തുകയായ 5 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കുടുംബത്തിന് കൈമാറുന്നതും ബാക്കി 5 ലക്ഷം രൂപ തഹസിൽദാരുടെ പക്കൽ നിന്നും അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന അന്നേ ദിവസവും കൈമാറുന്നതാണ്. വീട്ടിലെ പൊതുദർശനം. 4 മണിയോടെ സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം പുൽപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിലേക്ക്. വനം വകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാരൻ പോളിന് കണ്ണീരോടെ വിട. പാക്കത്തെ വീട്ടിൽ ഇനിയുള്ളത് ഓർമ്മകൾ മാത്രം. അച്ഛനും ഭർത്താവും നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന്റെ അനാഥത്വം. വയനാട്ടിൽ നിന്ന് പ്രജുൽ സുരേഷിനൊപ്പം അരുൺ പാറക്കൽ, 24. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന് ചികിത്സ വൈകിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. പുൽപ്പള്ളിയിലേത് വൈകാരിക പ്രതികരണമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പ്രകോപനപരമായ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. മന്ത്രി AK ശശീന്ദ്രന് നേരെ വിവിധയിടങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി.
പോളിന്റെ മരണത്തിന് കാരണം ചികിത്സ വൈകിയതാണെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ ഇത് നിഷേധിക്കുകയാണ് വനം മന്ത്രിയും ആരോഗ്യമന്ത്രിയും. പ്രാഥമികമായി ഞങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് അത്തരം വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ്. പിന്നെ അങ്ങനെ രാഷ്ട്രീയം ഉയർന്നു വന്ന സാഹചര്യത്തിൽ അതിലെന്തെങ്കിലും കഴമുണ്ടോ എന്ന് അന്വേഷിക്കാൻ സർക്കാരിന് യാതൊരു വൈമുഖ്യവുമില്ല. ഈ സംഭവമുണ്ടായി ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ ഈ സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പുൽപ്പള്ളിയിലെ പ്രതിഷേധം ഭയത്തിൽ നിന്ന് വരുന്ന വൈകാരിക പ്രതികരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും വനം വകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതാണ് അപകട സാഹചര്യം വർദ്ധിപ്പിച്ചതെന്ന് കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരനും ആരോപിച്ചു. പ്രകോപനപരമായ സമരത്തിൽ നിന്ന് ജനങ്ങൾ പിന്മാറണമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. ഹർത്താലിൽ സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. കാരണം ഓരോന്നോരോന്നായി മാറി പോകും. അപ്പോൾ അതിനെ മറ്റൊരു തരത്തിലേക്ക് നമ്മൾ വ്യാഖ്യാനിച്ച് അതിലേക്ക് ഇനി ചർച്ച പോകും. മാധ്യമങ്ങളെ ആക്രമിക്കുന്നത് ശരിയാണോ? വയനാട്ടിലെ ജനകീയ പ്രതിഷേധത്തിന് ഒന്നാമത്തെ ഉത്തരവാദി LDF സർക്കാരെന്ന് MLA-മാരായ ടി സിദ്ദിഖും IC ബാലകൃഷ്ണനും കുറ്റപ്പെടുത്തി. ജനപ്രതിനിധികൾക്കെതിരെ ആളുകളെ തിരിച്ചുവിടാൻ ബോധപൂർവ ശ്രമം നടന്നുവെന്നും ടി സിദ്ദിഖ് ആരോപിച്ചു. ബോധപൂർവം വഴിതിരിച്ചുവിടാൻ ഒരു ചെറിയ ശ്രമം നടന്നു. ഞങ്ങൾ ആ ശ്രമത്തിൽ ഒരു കാരണവശാലും വീഴുന്ന പ്രശ്നമില്ല. മന്ത്രി എ.കെ. ശശീന്ദ്രന് നേരെ കോഴിക്കോട് കാരപ്പറമ്പിലും സൈബർ പാർക്കിന് സമീപവും യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. 24 വയനാട്. പ്രൈം ടൈം ന്യൂസ് തുടരുന്നു. SFIO അന്വേഷണം നിയമപരമെന്ന് കോടതി. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ കർണാടക ഹൈക്കോടതി വിധിയുടെ പകർപ്പ് പുറത്ത്. SFIOയുടെ അന്വേഷണം നിയമപരമാണെന്ന് ജസ്റ്റിസ് M. നാഗപ്രസന്നയുടെ വിധിയിൽ പറയുന്നു. അന്വേഷണം റദ്ദാക്കാൻ എക്സാലോജിക് കോടതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കില്ലെന്നും കോടതി കണ്ടെത്തി. SFIOയുടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി ഇന്നലെയാണ് തള്ളിയത്. 46 പേജുള്ള വിധിയുടെ പൂർണ്ണരൂപം ഇന്ന് പുറത്തുവന്നു. SFIOയുടെ അന്വേഷണം നിയമപരമാണെന്നും കേന്ദ്ര ഏജൻസിയെ അന്വേഷണം ഏൽപ്പിച്ചതിൽ തെറ്റില്ലെന്നും വിധിയിൽ പറയുന്നു. പ്രാഥമിക അന്വേഷണമാണ് നടക്കുന്നത്. അന്വേഷണം റദ്ദാക്കാൻ എക്സാലോജിക്ക് ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കില്ലെന്നും കോടതി നിരീക്ഷിച്ചു. നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം റദ്ദാക്കാനോ സ്റ്റേ ചെയ്യാനോ കഴിയില്ലെന്നും ജസ്റ്റിസ് M. നാഗപ്രസന്നയുടെ വിധിയിൽ പറയുന്നു. ഒരേ കേസിൽ 2 അന്വേഷണം നടക്കുന്നതിലെ നിയമവിരുദ്ധതയാണ് എക്സാലോജിക്ക് പ്രധാനമായും കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ കമ്പനി നിയമത്തിലെ 210-ാം നിയമപ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണം പൂർത്തിയായതാണെന്നും തുടർന്നാണ് 212-ാം വകുപ്പ് പ്രകാരം കേസ് ഏറ്റെടുത്തതെന്നും അന്വേഷണ ഏജൻസി കോടതിയെ അറിയിച്ചു. ഇത് പരിഗണിച്ച കോടതി അന്വേഷണം SFIO ഏറ്റെടുക്കുന്നതിൽ തെറ്റില്ലെന്നും നിരീക്ഷിച്ചു. വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള നടപടികളുമായാണ് എക്സാലോജിക് മുന്നോട്ടു പോകുന്നത്. നിബന്ധനകളില്ലാതെ സ്വതന്ത്ര അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ വീണയിലേക്കും എക്സാലോജിക്കിലേക്കും വേഗത്തിലെത്താനാണ് SFIO ശ്രമിക്കുന്നത്. 24 ബംഗളൂരു. മാസപ്പടി വിവാദത്തിൽ കൂടുതൽ രേഖകൾ പുറത്തുവിട്ട് മാത്യു കുഴൽനാടൻ MLA പ്രതിസന്ധിയിലാണെന്നും ഇൽമനറ്റ് ലഭ്യമാക്കാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് CMRL നൽകിയ നിവേദനത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടതായി ആരോപണം. തോട്ടപ്പള്ളി മണൽ നീക്കത്തിന് ശേഷം CMRL കോടികളുടെ സാമ്പത്തിക വളർച്ച നേടിയെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. 2017-ൽ നഷ്ടത്തിലായിരുന്ന CMRL-ലെ ലാഭത്തിലാക്കിയതിന്റെ പ്രതിഫലമാണ് എക്സാലോജിക്കിന് ലഭിച്ചതെന്ന് ആരോപിക്കുന്നു. 2017 ഫെബ്രുവരി 6-ന് CMRL മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചുവെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. ഇൽമനൈറ്റിന്റെ ലഭ്യതക്കുറവും ഉയർന്ന വിലയും പ്രതിസന്ധിയിലാക്കി. കമ്പനി അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്നും പ്രാദേശികമായി കുറഞ്ഞ വിലയ്ക്ക് ഇൽമനൈറ്റ് ലഭിക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അഭ്യർത്ഥിച്ച് CMRL സമർപ്പിച്ച നിവേദനത്തിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടതായും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 27/10/2017 ചേർന്ന യോഗം, ആ യോഗം എയിം ചെയ്തത് തോട്ടപ്പള്ളിയിലെ കരിമണലിന് വേണ്ടിയിട്ടാണ്. ദ ഹോൾ എക്സസൈസ്, അവിടെ നടത്തിയ മുഴുവൻ എക്സസൈസും ആ കരിമണൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കുട്ടനാട് വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ തോട്ടപ്പള്ളിയിലെ മണൽ നീക്കം ചെയ്തതിലൂടെ സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടായി. ഇതിന്റെ ലാഭം CMRL-നാണ് ലഭിച്ചതെന്നും മാത്യു കുഴൽനാടൻ. 2022-ല് 6 കോടി ലാഭം ഉണ്ടെന്ന് പറഞ്ഞിരുന്ന കമ്പനി 2023 ആയപ്പോൾ 56 കോടിയിലേക്ക് മാറി. 56 കോടിയിലേക്ക്. 2022-ൽ 6 കോടിയുടെ ലാഭമുണ്ടായിരുന്ന CMRL 2023-ൽ 56 കോടിയുടെ ലാഭമാണ് നേടിയത്.
ഇതിന്റെ പ്രതിഫലമാണ് എക്സാലോജിക്കിന് ലഭിച്ചതെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. 24 കൊച്ചി. ബി.ജെ.പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽനാഥ് ഡൽഹിയിൽ ബി.ജെ.പി നേതാക്കളുമായി ചർച്ച നടത്തിയേക്കും. ബി.ജെ.പിയിൽ ചേരുമെന്ന റിപ്പോർട്ടുകൾ കമൽനാഥ് നിഷേധിച്ചില്ല. സമൂഹമാധ്യമങ്ങളിലെ ബയോയിൽ കോൺഗ്രസ് എന്ന് രേഖപ്പെടുത്തിയത് മകൻ നകുൽനാഥ് ഒഴിവാക്കി. കമൽനാഥിന് പാർട്ടി എല്ലാം നൽകിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. അടുത്ത 48 മണിക്കൂറിനകം മുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽനാഥും മകൻ നകുൽനാഥും ബി.ജെ.പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് കമൽനാഥ് ഡൽഹിയിലെത്തിയത്. ബി.ജെ.പിയിൽ ചേരുമോ എന്ന ചോദ്യത്തോട് കമൽനാഥിന്റെ പ്രതികരണം ഇങ്ങനെ: आप लोग एक्साइट हो रहे हैं, मैंने कहा मैं तो एक्साइट नहीं हूँ इस तरफ या उस तरफ, पर बात यह है कि अगर ऐसी कोई बात होगी मैं आप सबको सबसे पहले खबर करूंगा. കമൽനാഥിന്റെ ഡൽഹി സന്ദർശനത്തിന് പിന്നാലെ നകുൽനാഥ് തന്റെ സമൂഹ മാധ്യമങ്ങളിലെ ബയോയിൽ നിന്നും കോൺഗ്രസ് എന്നത് ഒഴിവാക്കി. കമൽനാഥിന് 12 കോൺഗ്രസ് MLA-മാരുടെ പിന്തുണ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. കോൺഗ്രസിൽ നിരാശരായ നേതാക്കൾക്കായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് മധ്യപ്രദേശ് ബി.ജെ.പി അധ്യക്ഷൻ VD ശർമ്മ പ്രതികരിച്ചു. അതേസമയം കമൽനാഥിന് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ പാർട്ടിയുമായി ബന്ധമുണ്ടെന്നും പാർട്ടി എല്ലാം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടെന്നും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും കമൽനാഥിന്റെ രാജി ഹൈക്കമാൻഡ് ചോദിച്ചു വാങ്ങിയിരുന്നു. രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യം കൂടി നേതൃത്വം നിഷേധിച്ചതോടെയാണ് കമൽനാഥ് പാർട്ടി വിടുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. 24 ഡൽഹി. വാർത്തകൾ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടും. UDF സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജിനെ പ്രഖ്യാപിച്ചു. PJ ജോസഫാണ് കോട്ടയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് 24നോട് പറഞ്ഞു. കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ UDF-ൽ ധാരണയായതോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേരള കോൺഗ്രസ് നടത്തിയത്. നിരവധി പേരുകൾ സ്ഥാനാർത്ഥി ചർച്ചയിൽ ഉയർന്നു വന്നുവെങ്കിലും അവസാനം ഫ്രാൻസിസ് ജോർജിലേക്ക് എത്തുകയായിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം കോട്ടയത്ത് PJ ജോസഫ് നടത്തി. പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനും മുൻ MPയുമായിരിക്കുന്ന ശ്രീ ഫ്രാൻസിസ് ജോർജ് ആയിരിക്കും കോട്ടയത്തെ സ്ഥാനാർത്ഥി. പാർട്ടിയും മുന്നണിയും ഏൽപ്പിച്ച ഉത്തരവാദിത്തം ആത്മാർത്ഥതയോടെ നിറവേറ്റുമെന്ന് ഫ്രാൻസിസ് ജോർജ് 24നോട് പറഞ്ഞു. നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയുമെന്നാണ് ആത്മവിശ്വാസം. തോമസ് ചാഴിക്കാടന് വലിയ ഭൂരിപക്ഷം ലഭിച്ചത് UDF-നൊപ്പം നിന്നപ്പോഴാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാർജിൻ കിട്ടിയത് അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴാണ്. ഇന്ന് അദ്ദേഹം LDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. ഇത് പരമ്പരാഗതമായി UDF-ന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ്. പ്രഖ്യാപനത്തിന് പിന്നാലെ മണ്ഡലത്തിൽ UDF തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു. LDF സ്ഥാനാർത്ഥി പ്രമുഖരെ നേരിൽ കണ്ട് വോട്ട് തേടുന്ന തിരക്കിലാണ്. 1980-ന് ശേഷം വീണ്ടും കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് കോട്ടയത്ത് കളമൊരുങ്ങിയിരിക്കുകയാണ്. 44 വർഷങ്ങൾക്കിപ്പുറം നടക്കുന്ന പോരാട്ടത്തിന് അതുകൊണ്ട് തന്നെ വീറും വാശിയും ഇരട്ടിയാകും. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള CPIM പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയിൽ ധാരണ. വിയോജിപ്പ് അറിയിച്ചുവെങ്കിലും ആലത്തൂരിൽ മന്ത്രി K രാധാകൃഷ്ണനെ തന്നെയാണ് പാർട്ടി പരിഗണിക്കുന്നത്. വടകരയിൽ KK ശൈലജയും കണ്ണൂരിൽ MV ജയരാജനും സ്ഥാനാർത്ഥികളായേക്കും. ആറ്റിങ്ങലിൽ B ജോയി സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചു. ഇന്നും നാളെയുമായി ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങൾക്ക് ശേഷമായിരിക്കും അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കടക്കുക. കഴിഞ്ഞ തവണത്തെ വമ്പൻ തോൽവി ഇത്തവണ ആവർത്തിക്കരുതെന്ന വാശിയിലാണ് CPM-ന്റെ സ്ഥാനാർത്ഥി നിർണയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാണ് CPM-ന്റെ ഏക പ്രതീക്ഷ. MLA-മാർ, ജില്ലാ സെക്രട്ടറിമാർ, മുതിർന്ന നേതാക്കളടക്കം പ്രമുഖരെയാണ് മത്സരരംഗത്തിറക്കുന്നത്. ആറ്റിങ്ങലിൽ ജില്ലാ സെക്രട്ടറി V ജോയ് സ്ഥാനാർത്ഥിയാകും. ജില്ലാ കമ്മിറ്റിയിൽ മറ്റു പേരുകളൊന്നും ചർച്ചയായില്ല. കൊല്ലത്ത് നടനും MLA-യുമായ M മുകേഷ് മത്സരിക്കാനാണ് ധാരണ. പത്തനംതിട്ടയിൽ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ തോമസ് ഐസക്, ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫ് എന്നിവർ മത്സരിക്കാനാണ് ധാരണ. പാലക്കാട് A വിജയരാഘവൻ സ്ഥാനാർത്ഥിയായേക്കും. താൽപര്യമില്ലെന്നറിയിച്ചെങ്കിലും ആലത്തൂരിൽ മന്ത്രി K രാധാകൃഷ്ണൻ മത്സരിക്കണമെന്നാണ് CPM നേതൃത്വത്തിന്റെ തീരുമാനം. വടകരയിൽ KK ശൈലജയും കണ്ണൂരിൽ MV ജയരാജനും വന്നേക്കും. കോഴിക്കോട് എളമരം കരീമിനെയും കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനെയുമാണ് പരിഗണിക്കുന്നത്. മലപ്പുറത്ത് VP സാനുവിനെയും പൊന്നാനിയിൽ KT ജലീലിനെയും ആലോചിക്കുന്നുണ്ടെങ്കിലും തീരുമാനമായില്ല. എറണാകുളം, ചാലക്കുടി എന്നീ സീറ്റുകളിൽ ജില്ലാ കമ്മിറ്റികൾക്ക് ശേഷം ധാരണയുണ്ടാക്കും. 21-ന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി പട്ടിക വീണ്ടും ചർച്ച ചെയ്ത് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾക്ക് വിടും. അതിനുശേഷം കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെ ഈ മാസം 27-ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് തീരുമാനം.
24 തിരുവനന്തപുരം. കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് 3DS ഭ്രമണപഥത്തിൽ GSLV F-14 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. 18.7 മിനിറ്റ് കൊണ്ടാണ് ദൌത്യം പൂർത്തിയാക്കിയത്. ദൌത്യം വിജയകരമെന്ന് ISRO ചെയർമാൻ S. സോമനാഥ് അറിയിച്ചു. ഇൻസാറ്റ് 3DS നൂതന സാങ്കേതിക വിദ്യയുള്ള സാറ്റലൈറ്റ് എന്നും S. സോമനാഥ് പറഞ്ഞു. GSLV F-14 Insat 3DS progressing towards its destination. Performance normal. People tracking. जी हाँ, अभी हमने देखा चारों L-40 तथा कोर बूस्टर का प्रज्वलन शुरू हो चुका है और GSLV की ओर बढ़ता हुआ +1 मिनट. प्रथम चरण के कोर बूस्टर सामान्य निष्पादन करते हुए. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. 2023 ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഉറുദു കവി ഗുൽസാറിനും സംസ്കൃത സാഹിത്യകാരൻ ജഗദ്ഗുരു രാമഭദ്രാചാര്യയ്ക്കുമാണ് പുരസ്കാരം. തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 10 മരണം, മരിച്ചവരിൽ 5 പേർ സ്ത്രീകൾ, നിരവധി പേർക്ക് പരുക്കേറ്റു. കേരള സർവകലാശാല സെനറ്റ് യോഗത്തിലെ തർക്കത്തിൽ മന്ത്രി ആർ ബിന്ദുവിനെ കടന്നാക്രമിച്ച ഗവർണർ. നടന്നത് നിയമവിരുദ്ധ നടപടികളെന്നും മന്ത്രി സുപ്രീംകോടതി വിധി ലംഘിച്ചുവെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രശ്നമുണ്ടാക്കുന്നത് ഗവർണർ എന്ന് തിരിച്ചടിച്ച് മന്ത്രി ആർ ബിന്ദു. ഇതോടെ പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർണ്ണമാകുന്നു.